ഇവിടെയാണ് ചാമിച്ചന്റെ വീട്. ചാമിച്ച ഞങ്ങള് പാലക്കാട് DHK പ്രവർത്തകരാണ്. രക്തദാനത്തിന്റെ രക്തദാനത്തിന്റെയാണ്. അതെ, ഗവണിക്ക് വന്നാണ് ചാമിച്ചനെ കാണാൻ വന്നത്. നല്ല കോലം ഇതാ, എന്റെ കോലം ഇതാണ്. ഞാനെങ്ങനെയാ രക്തദാനം ചെയ്യാം? ചാമിച്ച ഞങ്ങളൊരു രക്തദാന ക്യാമ്പ് നടത്തുന്നുണ്ട് അകത്തേത്തറ വെച്ചിട്ട്, പാലക്കാട് അകത്തേത്തറ വെച്ചിട്ട്. അപ്പൊ ചാമിച്ചനെ അതിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. അതാണ്. അല്ല, എനിക്ക് രക്തം കയറ്റേണ്ട അവസ്ഥയാണ്. അപ്പൊ ഞാൻ ദാനം ചെയ്യാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ലല്ലോ പറഞ്ഞിട്ട് ഞാനതാ പറഞ്ഞത്. 4 കുട്ടികൾക്ക് അംഗനവാടിയില് ഇത് വന്നിരിക്കുന്നു പറഞ്ഞപ്പോ അത് വാങ്ങാൻ പോയതാണ്. ഒരു കാര്യം ചെയ്യ്, നമ്മുടെ അമ്മൂമ്മന്റെ വീട്ടിലേക്ക് നടക്കുക. എന്റെ വീട്ടിൽ അപ്പുറത്താണേ പെരുവഴിയിൽ പാടില്ല, അങ്ങോട്ട് വരി. ആഹാ, എന്നെ കാണാൻ വന്നതാണ്. ഇനി പറയുക, എന്താ കാര്യം? എങ്ങനെയാണ്? ഞങ്ങള് അകത്തേത്തറ വെച്ചിട്ട് ഒരു രക്തദാന ക്യാമ്പ് നടത്തുന്നുണ്ട്. അക്ഷയപാത്രം സംഘടനയുടെ 1000 ദിവസം തികഞ്ഞിട്ടുണ്ട്. അക്ഷയപാത്രവും ഇദ്ദേഹം അക്ഷയപാത്രത്തിനെയും കൂടി അകത്തേത്താണെങ്കിലും ഒരിക്കലും പണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ പെട്ടിന്റെ ഉള്ളില് പൊതിച്ചോറ് വെക്കണ നിങ്ങളാണില്ലേ അത്? ഞങ്ങൾ 1000 ദിവസമായി. 1000 ദിവസമായി. ഞാനൊരു കോൺക്രീറ്റ് പണിക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അകത്തേത്തറയില്. അപ്പൊ ഞാൻ ചോറ് കൊടുത്തിട്ടില്ല. ഈ പിള്ളേരൊക്കെ ചോറ് കൊടുത്തു. ദൂരെയാണ് ചായക്കടകൾ, പട്ടിണി ഇരിക്കേണ്ട അവസ്ഥയാണ്. അപ്പോഴാണ് കുട്ടികൾ പറഞ്ഞത്, അക്ഷയപാത്രം പറഞ്ഞവർ അവിടെ ചോറ് വെച്ചിട്ടുണ്ടാവും. ചാമിച്ച നിങ്ങൾ വിശന്നിരിക്കണ്ട പറഞ്ഞ് നമ്മുടെ ആ പെട്ടിയിൽ ഇങ്ങനെ കൂടി വന്ന് ഒരു പൊതി ചോറെടുത്ത് ഉണ്ടതിന്റെ ഓർമ്മ. അപ്പൊ നിങ്ങളാണില്ലേ അത്? 1000 ദിവസമായി. നവംബർ 10 1000 ദിവസവും. അപ്പൊ അതിനോടനുബന്ധിച്ചാണ് രക്തദാന ക്യാമ്പ്. ഓ, വിശിഷ്ടാതിഥിയായിട്ട് ചാമിച്ചന്ദ്രനെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഭഗവാനെ, സന്തോഷമായി. ഇതൊക്കെ പറഞ്ഞ വലിയ കാര്യല്ലേ? ഇന്നത്തെ കാലത്ത് ഉസിരി പോകാൻ കിടക്കുന്ന സമയത്ത് ദൈവത്തിനെ പോലെ വരുന്നവരാണ് ഈ രക്തദാനം ചെയ്യുന്നവർ, ഇല്ലേ? കോടിക്കണക്കിന് ഉറുപ്പിക കയ്യിലുണ്ടെങ്കിലും ഒരു തുള്ളി രക്തം കൊടുക്കാത്ത മനുഷ്യന്മാരും ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഒന്നുമില്ലാത്തവര് നാടിന് വേണ്ടി, ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് നിങ്ങളെ പോലുള്ളവർ രക്തദാന സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ നാടിന്റെ നന്മയാണ്. ഒരുപാട് ആൾക്കാരുടെ ഈ അപകടം പറ്റിയവർക്ക് ഉടനെ രക്തം വേണം, ചുകര വേണം പറഞ്ഞ് വിളിക്കില്ലേ? അങ്ങനെയുള്ളവരിനെയൊക്കെ സഹായിക്കില്ലേ നിങ്ങളുടെ സംഘടന? ഏതാണ് സംഘടന? ഡോണേഴ്സ് ഓഫ് കേരള. ഓ, നമ്മുടെ കേരള സംസ്ഥാനം മൊത്തം ഉള്ളതാണ്. 14 ജില്ലയിലുണ്ട്. നമ്മുടെ പാലക്കാട് സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ രക്തദാന ക്യാമ്പ് നടത്തുന്നുണ്ട്. സംഘടനന്റെ പരിപാടിയാണ് ഇല്ലേ? അല്ല, ഒരു സംശയമുണ്ട്. ഈ ചൊകര കൊടുത്ത ക്ഷീണിച്ച് വരുവോ? അങ്ങനെയുണ്ടാ? ഇല്ല, അത് വെറും തെറ്റിദ്ധാരണയാണ് ആളുകൾക്ക്. 28 പ്രാവശ്യം ബ്ലഡ് കൊടുത്തിട്ടുള്ള ആളാണ് ചാമിച്ച ഞാൻ. ഇദ്ദേഹം ഒരുപാട് തവണ കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം ഒരു 10-15 പ്രാവശ്യത്തോളം കൊടുത്തിട്ടുണ്ട്. ചൊകര കൊടുത്ത ദേഹത്തിന് നല്ലതാണ്. പിന്നെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. പുതിയ ചൊകര വെക്കും. പിന്നെ ചൊകര വെക്കും. അനാവശ്യ കൊഴുപ്പുകളൊക്കെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പുകളൊക്കെ പോവും. പലതരം അസുഖങ്ങൾ ഉണ്ടോ നമുക്ക് ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ശരീരത്തില് കൂടുതൽ ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് പരമാവധി കൊഴുപ്പില്ലാതെ പോകുമ്പോൾ അങ്ങനെ നമ്മുടെ ശരീരത്തിന് നല്ലതും കൂടിയാണ്. ആശ്രങ്ങളും രോഗങ്ങളും ഒളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ടാണ് കണ്ടുപിടിക്കാൻ പറ്റും. അത് മാത്രമല്ല, ആരോഗ്യ വിദഗ്ധർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ രക്തം കൊടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കുറയണമെന്നാണ്. ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. പിന്നെ ക്യാൻസർ രോഗികൾ ഇങ്ങനെ പുറ്റി പൊങ്ങുമ്പോൾ പൊങ്ങിക്കൊണ്ട് വരികയല്ലേ ആ നാട്ടിൽ? ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇഷ്ടം പോലെ കേസുകൾ. 3 വയസ്സ് 5 വയസ്സുള്ള കുട്ടികൾ വരെ ഇപ്പൊ ക്യാൻസർ രോഗം വരുന്നു. പ്രായമായിട്ടുള്ളവർ ഇഷ്ടം പോലെ ഒരുപാട് പേരാണ് വരുന്നത്. ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു രോഗം വന്ന്, മഹാവ്യാധി വന്ന് നമ്മുടെ നാട്ടിലും പെരുകിയെന്ന് അറിയില്ല. അപ്പൊ അതിനെയൊക്കെ തടയിടാൻ പറ്റുന്നതാണ് ഈ രക്തദാനം. തീർച്ചയായിട്ടും എല്ലാ ചെറുപ്പക്കാരും രക്തമുള്ളവരും ഒക്കെ മുന്നോട്ട് വരട്ടെ നമ്മുടെ സംഘടന. തീർച്ചയായിട്ടും. അത് മാത്രമല്ല ചാമിച്ച, നമ്മളിപ്പോ ഒരു പ്രാവശ്യം രക്തം കൊടുക്കുന്ന സമയത്ത് ഒരു 20 മിനിറ്റ് ആണ് നമുക്ക് ആകെ സമയം ആവശ്യമുള്ളൂ. ഈ 20 മിനിറ്റ് കൊണ്ട് നമ്മൾ 3 പേരുടെ ജീവൻ രക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ 4 പേരുടെ വരെ നമുക്ക് രക്ഷിക്കുകയാണ്. വിളിക്കുന്നവർക്ക് ഒരു സഹായം തീർച്ചയായിട്ടും. അതാണ് ചാമിച്ച ഞങ്ങളുടെ മുദ്രാവാക്യം. രക്തദാനം അതൊരു മനസ്സാണ്, ദൈവത്തിന്റെ മനസ്സെന്ന്. അദ്ദേഹത്തിന്റെ വാക്കുകളാണത്. തീർച്ചയായിട്ടും അത് ഞങ്ങൾ ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം. ഞായറാഴ്ചയാണ് പരിപാടി. ഞായറാഴ്ച 10-ാം തീയതി ഞായറാഴ്ച. ചാമിച്ചനെ വിളിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങള് വന്ന് വിജയിപ്പിക്കണം ഈ പരിപാടി. ചാമിച്ചന്റെ ഒരു സാന്നിധ്യം ഉണ്ടാവണം. തീർച്ചയായിട്ടും ഉണ്ടാകും. 10-ാം തീയതി നമ്മുടെ അകത്തെ അറയിൽ വെച്ചിട്ടാണ് ഇല്ലേ? വളരെ സന്തോഷം. അപ്പോളേ നമസ്കാരമുണ്ട്. ഞാൻ ചാമിച്ചനാണ്. ഞാൻ അംഗനവാടി പോയി കുട്ടികളുടെ സാധനം വാങ്ങിയിട്ട് വരികയാണ്. അപ്പോഴാണ് നമ്മുടെ പിന്നെ രക്തദാന DHK കാറ് വന്നിട്ട് എന്നെ വിളിക്കാൻ ക്ഷണിക്കാൻ വന്നത്.
അപ്പൊ എല്ലാവരും എന്താ പറയാ, ചെറുപ്പക്കാരായിട്ടുള്ള രക്തദാനം ചെയ്യാൻ പറ്റുന്ന എല്ലാ ശരീരക്കാരും രക്തദാനം ചെയ്യണം. അത് ജീവൻ രക്ഷയാണ്. രക്തദാനക്കാരാണ്, ദൈവങ്ങളായിട്ടാണ് ചാമ്യച്ചനും കാണാൻ പറ്റുള്ളൂ. ഒരുപാട് സന്തോഷമുണ്ട്. അതേപോലെ അക്ഷയപാത്രം 1000 ദിവസം തകീന പരിപാടിക്കും ചാമ്യച്ചൻ എത്തുന്നുണ്ടോ? വളരെ സന്തോഷമുണ്ട്. ഞാൻ അവിടെ എത്തും, നാട്ടിൽ എത്തും കേട്ടോളെ.